രാഹുൽ ഗാന്ധി നരേന്ദ്രമോദി പോരാട്ടത്തിന്റെ പുതിയൊരു തലമാണ് നമ്മൾ അമേരിക്കയിൽ കണ്ടത്. അമേരിക്കൻ മണ്ണിൽ നിന്ന് ഇന്ത്യൻ രാഷ്ട്രീയം അതിശക്തമായി അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടുകയും ഇന്ത്യയിലെ സെന്റർ റൈറ്റ് ആയ BJPയും ഒരു സെന്റർ ലെഫ്റ്റ് ടു സെന്റർ ആയ കോൺഗ്രസും അതിശക്തമായി പോരാടുന്ന കാഴ്ച രാഷ്ട്രീയ വൃത്തങ്ങളിൽ കൗതുകമുണർത്തി. രാഹുൽ ഗാന്ധിയെ കൂട്ടമായി അറ്റാക്ക് ചെയ്യാൻ നരേന്ദ്രമോദി ഒഴിച്ചുള്ള എല്ലാ BJPക്കാരും ഒരുമിച്ച് ചേർന്നു. നരേന്ദ്രമോദിജിയുടെ ഒരു പ്രസ്താവനയോ സ്റ്റേറ്റ്മെന്റോ കണ്ടുമില്ല. അതും കൗതുകമുണർത്തുന്നതാണ്. നമസ്കാരം. ശ്രീ രാഹുൽ ഗാന്ധിയുടെ അമേരിക്കൻ സന്ദർശനം വലിയ വിവാദങ്ങൾ പല തലങ്ങളിലും ഉണ്ടാക്കി. ശ്രീ രാഹുൽ ഗാന്ധിയെ ആക്രമിക്കാനും അദ്ദേഹത്തിന്റെ നിലപാടുകളെ തള്ളിപ്പറയാനും സാക്ഷാൽ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് അടക്കം വളരെ കൗതുകമാണെന്നാണ്. വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ പോസ്റ്റാണ്. ജഗ്ദീപ് ധൻഖർ അടക്കം അതിശക്തമായി വരികയും ഇത് കണ്ടമബിൾ ആൻഡ് ഡിസ്പെക്കബിൾ ആണ്, രാഹുൽ ഗാന്ധിയുടെ നിലപാടും പറച്ചിലും അപലപനീയമാണ്, കണ്ടമബിൾ ആണ് തുടങ്ങിയ ശക്തമായ വാക്കുകൾ ഉപയോഗിച്ച് വൈസ് പ്രസിഡന്റ് കൂടി ആ ഡിബേറ്റിലേക്ക് ചേർന്നു. ശ്രീ അമിത്ഷാജി രാഹുൽ ഗാന്ധി പറയുന്നത് രാജ്യദ്രോഹമാണ് എന്ന് കടുപ്പിക്കുകയും പൊതുവെ മിതഭാഷിയായ കുറച്ചുകൂടെ സോഫ്റ്റായി നിലപാടെടുക്കുന്ന നമ്മുടെ രാജ്നാഥ് സിംഗ് ജി പോലും അതിശക്തമായി തന്നെ മുഹമ്മദിന്റെ ദുക്കാൻ, സ്നേഹത്തിന്റെ കട തുറക്കുന്ന വ്യക്തി കള്ളത്തിന്റെ കടയാണ് തുറന്നതെന്ന് പറയുകയുണ്ടായി. ഗിരിരാജ് സിംഗ് അടക്കമുള്ളവർ ട്രൈറ്റർ, രാജ്യദ്രോഹി എന്ന വാക്ക് ഉപയോഗിച്ചാണ് രാഹുൽ ഗാന്ധിയെ ആക്രമിച്ചത്. സമാനമായി അതിശക്തമായി ശ്രീ സംബിത് പാത്ര അടക്കം ദേശവിരുദ്ധനാണ് രാഹുൽ തുടങ്ങിയ കാര്യങ്ങൾ പറയുകയുണ്ടായി. രാഹുൽ ഗാന്ധി മറുഭാഗത്ത് അതിശക്തമായി RSSനെ ആക്രമിക്കുകയും നരേന്ദ്രമോദിയെ ആക്രമിക്കുകയും എന്നാൽ തനിക്ക് നരേന്ദ്രമോദിയോട് വിദ്വേഷമില്ല, തനിക്ക് നരേന്ദ്രമോദിയോട് നിലപാടിന്റെ വിയോജിപ്പ് മാത്രമാണ് എന്ന് പറയുകയും ചെയ്തു. അതിലൊരു നന്മയുണ്ട്. നമുക്കിത് നിഷ്പക്ഷമായി അനലൈസ് ചെയ്യാം. രാഹുൽ ഗാന്ധിയുടെ ഇഷ്ടക്കാരോ നരേന്ദ്രമോദിയുടെ ഇഷ്ടക്കാരോ അല്ലാതെ തികച്ചും നിഷ്പക്ഷമായി വസ്തുതാപരമായി അനലൈസ് ചെയ്യാം. ഒന്ന്, ശ്രീ രാഹുൽ ഗാന്ധി സിഖ് സമുദായത്തെ വെച്ച് പറഞ്ഞ കാര്യങ്ങളോട് എനിക്കും ബഹുമാന പരിസരം ഒരു ചെറിയ വിയോജിപ്പുണ്ട്. അതായത് സിഖുകാർക്ക്, ശരിയാണ്, സിഖുകാരാണ് വലിയ രീതിയിൽ നമ്മുടെ കർഷക പ്രക്ഷോഭം മുന്നിൽ നിന്നും പിന്നിൽ നിന്നും നയിച്ചത്. അവർ ഇന്ത്യയിൽ അരക്ഷിതരാണെന്ന് പറയുന്നത് ഒരു പക്ഷേ ഖാലിസ്ഥാനി ഹാർട്ട് ലൈൻ എലിമെന്റ്സിന് ഒരു വടി കൊടുക്കുന്നത് പോലെയാകും. ശ്രീ രാഹുൽ ഗാന്ധിക്ക് കുറച്ചുകൂടെ മയപ്പെടുത്താമായിരുന്നു അത്. പക്ഷെ രാഹുൽ ഗാന്ധിയുടെ ബ്രോഡ് ഉദ്ദേശശുദ്ധി വളരെ നല്ലതാണ്. അത് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. സിഖുകാർക്കാവട്ടെ, ന്യൂനപക്ഷങ്ങൾക്കാവട്ടെ, ദളിതർക്കാവട്ടെ, പിന്നോക്കക്കാർക്കാകട്ടെ, OBCക്കാർക്കാകട്ടെ, ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന 90% ജനങ്ങൾക്കും നീതി കിട്ടണം എന്നുള്ള നിലപാട് രാഹുൽ ഗാന്ധിയുടെ വളരെ സ്വാഗതാർഹമാണ്. അതോടൊപ്പം രാഹുൽ ഗാന്ധി ബഹുമാനത്തോടെയാണ് എല്ലാവരോടും സംസാരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും സ്ട്രൈക്കിംഗ് പോയിന്റ് അതാണ്. എതിരാളികളോട് പോലും ബഹുമാനത്തോടെ രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും പിന്തുടരേണ്ട മാതൃകയാണ്. അതേപോലെ ശക്തമായി തിരിച്ച് നിലപാട് പറയാൻ, ഒരു സെന്റർ റൈറ്റ് നിലപാട് പറയാൻ BJPക്കാർക്കും അവകാശമുണ്ട്. പക്ഷേ ഈ രാജ്യദ്രോഹി, രാജ്യസ്നേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മതേതരത്തിന്റെ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ സർട്ടിഫിക്കറ്റ് കൊടുക്കൽ പരിപാടി നമ്മൾ നിർത്തണം. ദേശദ്രോഹം, രാജ്യദ്രോഹം ഇതൊക്കെ വളരെ കട്ടിയുള്ള വാക്കുകളാണ്. ഈ വാക്കുകളൊന്നും ലൂസായിട്ട് എടുത്ത് പ്രയോഗിക്കരുത്. അതും പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിന്റെ ആയ രാഹുൽ ഗാന്ധിയുടെ, അതായത് രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയായ വ്യക്തിയാണ്. രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശി ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയായ വ്യക്തിയാണ്. രാഹുൽ ഗാന്ധിയുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി സ്വന്തം ജീവിതവും യുവത്വവും കുടുംബവും കുടുംബ സ്വത്തുക്കളും എല്ലാം ബലികഴിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ മോത്തിലാൽ നെഹ്റു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി അന്നേ പോരാടി തുടങ്ങിയവരാണ്. അങ്ങനെ ആ നെഹ്റു ഗാന്ധി ഫാമിലിക്ക് വലിയൊരു ലെഗസി ഉണ്ട്. അതുകൊണ്ട് ഈ ദേശദ്രോഹി പോലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് നമ്മുടെ BJP സുഹൃത്തുക്കളും സഹോദരങ്ങളും മാറണം. ആ രാജ്യസ്നേഹം എന്ന് പറയുന്ന ഒരു ചാപ്പയടിക്കുകയോ മതേതരത്വം എന്ന് പറയുന്ന ചാപ്പയടിക്കുകയോ അല്ല, കുറെ കൂടെ ബഹുമാനത്തോടെ നിലപാടുകൾ തമ്മിലുള്ളൊരു ഉരസലായിരിക്കണം. രാഹുൽ ഗാന്ധി അതിൽ മനോഹരമായി പറഞ്ഞത് എനിക്ക് നരേന്ദ്രമോദിയോട് വെറുപ്പില്ല എന്നുള്ളതാണ്. ആ സ്റ്റാൻഡ് എല്ലാവർക്കും വേണം. നരേന്ദ്രമോദിയോടും വെറുപ്പ് വേണ്ട, രാഹുൽ ഗാന്ധിയോടും വെറുപ്പ് വേണ്ട. രാഹുൽ ഗാന്ധിയോടും വിയോജിപ്പുണ്ടാകാം, നരേന്ദ്രമോദിയോടും വിയോജിപ്പുണ്ടാകാം. പരസ്പര ബഹുമാനത്തോടെ ഇഷ്ടത്തോടെ നമുക്ക് വിയോജിക്കാം. അതാണ് ജനാധിപത്യം. എഗ്രി ടു ഡിസഗ്രി, അല്ലെങ്കിൽ ഡിസഗ്രിയിങ് വിത്തൗട്ട് ഡിസ്റെസ്പെക്ട്, ഡിസഗ്രിയിങ് വിത്ത് റെസ്പെക്ട്. ഈ ജനാധിപത്യ തത്വത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാം. ആ മുമ്പോട്ട് പോകൽ ഉണ്ടാകട്ടെ. രാഹുൽ ഗാന്ധി രാജ്യദ്രോഹിയല്ല, അല്ലെങ്കിൽ നരേന്ദ്രമോദി രാജ്യദ്രോഹിയല്ല. രാജ്യദ്രോഹമല്ല, നിലപാടുകളുടെ, കാഴ്ചപ്പാടുകളുടെ, രാഷ്ട്രീയ ദർശനങ്ങളുടെ വ്യത്യാസമാണ്. ആ വ്യത്യാസത്തെ അങ്ങനെ തന്നെ കാണാൻ നമുക്കാകട്ടെ. ഇന്ത്യയിൽ കോൺഗ്രസും BJPയും CPMും ആപ്പും എല്ലാ പാർട്ടികളും നന്നാകട്ടെ. നമ്മുടെ രാഷ്ട്ര നിർമ്മാണം നല്ല രീതിയിൽ നടക്കട്ടെ. നമസ്കാരം. നിങ്ങളുടെ നിലപാടുകൾ കമന്റ് രൂപത്തിൽ ഇടുക. എല്ലാ കമന്റും ഞാനിത് വായിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോസ് കുറെ കൂടെ മെച്ചമാകാനും ഞാനെന്ന വ്യക്തിക്ക് കൂടുതൽ പഠിക്കാനും ആ കമന്റുകൾ സഹായിക്കും. തീർച്ചയായിട്ടും ഇതിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ക്വാളിറ്റി ഉള്ള കണ്ടന്റ്, കൂടുതൽ സമയം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാനൊക്കെ അത് വലിയൊരു ഉത്തേജനം ഉണ്ടാകും എനിക്ക്. എല്ലാ അത്തരം കമന്റുകളും എന്നെ പ്രചോദിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ ആ കമന്റ്സ്, നിങ്ങളുടെ ലൈക്സ്, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ആദരം, നിങ്ങളുടെ എല്ലാ പോസിറ്റീവ് ക്രിറ്റിസിസം, നെഗറ്റീവ് ക്രിറ്റിസിസം, ഫീഡ്ബാക്ക് ഞാനെന്ന വ്യക്തിയെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും.